ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങൾ ഏവരും കാത്തിരിക്കുന്ന അലീനയുടെ നാളത്തെ വിശേഷവും ഇനി വരാനിരിക്കുന്ന, അതായത് ഈ വീക്കിലെ നെക്സ്റ്റ് വീക്ക് പ്രമോയും കൂടെ ചേർത്താട്ടോ ഞാൻ പറയാൻ പോകുന്നത്. അപ്പൊ എല്ലാവരും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, കൂടെ ഒരു ഹൈപ്പും കൂടെ ചെയ്യാൻ മറക്കരുത്. അപ്പൊ നേരെ വിശേഷത്തിലേക്ക് തന്നെ കടന്നാലോ. അങ്ങനെ സത്യമറിഞ്ഞ ബാലചന്ദ്രന് ഒരു സമാധാനവും ഇല്ല. ഏതായാലും ബാലചന്ദ്രന് സമാധാനം ഇല്ലാതായിട്ടുണ്ട്. എന്തെങ്കിലുമൊക്കെ എടുത്തു പിടിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരിക്കലും രോഹിത് രക്ഷപ്പെടാൻ പോകുന്നില്ലെന്ന് നമ്മുടെ അലീനയ്ക്ക് അറിയാം. ബുദ്ധി ഉള്ളത് കൊണ്ട് ചിന്തിച്ച് നോക്കിയിട്ടേ നമ്മുടെ അലീന സംസാരിക്കുന്നുള്ളൂ. അപ്പൊ അലീന പറഞ്ഞു വേണ്ട അച്ഛാ വേണ്ടാന്ന്. പക്ഷെ എവിടെ നിന്ന് കേൾക്കാൻ, അലീന പറയുന്ന ഒന്നും കേൾക്കാൻ കൂട്ടാക്കുന്നില്ല. ഇപ്പൊ മകനെ രക്ഷിച്ചിട്ടേ ഉള്ളൂ, ഇപ്പൊ മകനെ നേരെ ജയിലിൽ നിന്ന് ഇറക്കിക്കൊണ്ട് വന്നിട്ടേ ഉള്ളൂ, നേരെ ഇപ്പൊ പത്ര ഓഫീസിൽ പോയിട്ടേ ഉള്ളൂ, റിപ്പോർട്ട് കൊടുത്തിട്ടേ ഉള്ളൂ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുകയാണ്. വെട്ടൊന്നതുകൊണ്ട് രണ്ടെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിന്നപ്പോഴത്തേക്കും നമ്മുടെ മനുവിനെ വിളിച്ചു വരുത്തി. മനു ആണ് കാര്യമൊക്കെ പറഞ്ഞത്. മനു പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും ശരിയാണെന്ന് നമ്മുടെ ബാലചന്ദ്രന് തോന്നുകയാണ് കേട്ടോ. അപ്പോഴത്തേക്കും മനുവിനോട് ചോദിക്കുക, എന്ത് ചെയ്യണോടാ ഇനിയിപ്പോ നമ്മൾ എന്താ ചെയ്യേണ്ടത്? അവൻ നിരപരാധിയല്ലേ? അതിന് പറഞ്ഞല്ലോ, അലീന പറയുന്ന പോലെ തന്നെ നമുക്കിപ്പൊ കേൾക്കാം. അവൾ എന്തെങ്കിലും ഒരു വഴി കാണും. ഇപ്പൊ അലീന കാരണമാണല്ലോ ഇത്രയൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റിയത്. അപ്പൊ എന്തെങ്കിലും ഒരു വഴി അവൾ കാണുമായിരിക്കും എന്ന് പറയുമ്പോഴത്തേക്കും അങ്ങനെ നമുക്ക് നോക്കി നിൽക്കാൻ പറ്റുമോ? എന്റെ മോനല്ലേടാ അവന് ഒരു തെറ്റും ചെയ്യാതെ നിരപരാധിയായിട്ട് അവന് ഇപ്പം ജയിലിൽ കിടക്കാന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എങ്ങനെ എനിക്ക് സഹിക്കാൻ പറ്റും? അതും ചെയ്യാത്ത കുറ്റത്തിന് ഒന്ന് ഓർത്തു നോക്കി, എത്ര നാണം കെട്ടു. എന്റെ മക്കള് സ്കൂളിൽ പോകുന്നില്ല, എനിക്ക് കട തുറക്കാൻ പറ്റിയിട്ടില്ല. ഇന്നോ 1-2 ആഴ്ചയായിട്ട് ഇപ്പോഴാ കട ഒന്ന് തുറന്നു കിട്ടിയത്. എന്നിട്ട് തന്നെ കടയിൽ കച്ചവടമില്ല. അറിയാലോ നിനക്ക്. പെണ്ണിനെ പീഡിപ്പിച്ച പീഡന വീരന്റെ അച്ഛന്റെ കടയിൽ ആരെങ്കിലും കയറുവോ? ആരെങ്കിലും അങ്ങനെ കയറിയാൽ തന്നെ മറ്റുള്ളവർ മൂക്കി കൈ വെക്കുന്നു പറഞ്ഞുകൊണ്ട് ആരും കയറത്തില്ല. ആ ഒരു അവസ്ഥയെ കടയിലെ കച്ചവടവും കാര്യങ്ങളൊക്കെ. അതുപോലെ തന്നെ സ്റ്റാഫുകൾ, എത്ര സ്റ്റാഫുകൾ കാണാ 2 ആഴ്ചയായിട്ട് ശമ്പളവും ഇല്ലാതെ. അവരൊക്കെ എത്ര അനുഭവിച്ചു. നമ്മൾ മാത്രമാണോ? ഇതിന് ചുറ്റുമുള്ളവരൊക്കെ അനുഭവിച്ചുകൊണ്ടിരിക്കുകയല്ലേ എന്ന് പറഞ്ഞപ്പം അതാ പറഞ്ഞത്, എല്ലാവരും അനുഭവിച്ചിട്ടുണ്ട്. നമുക്കൊരു കാര്യം ചെയ്യാം. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അലീന പറയുന്ന പോലെ തന്നെ ഇപ്പൊ എടുത്തു ചാടിയൊന്നും ചെയ്യണ്ട. നമ്മളിപ്പം എടുത്തു ചാടി ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പത്രക്കാരെ അറിയിക്കുകയോ മീഡിയക്കാരെ അറിയിക്കുകയോ ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഓടി ശരണ്യയുടെ അടുത്ത് പോവുള്ളൂ. ആ പെങ്കൊച്ചും മൊഴി മാറ്റി പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അലീനയോട് പറഞ്ഞതല്ല, ഞാൻ അലീനയോട് അങ്ങനെ പറഞ്ഞിട്ടില്ല എന്നൊക്കെ പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ വലിയ പ്രശ്നമാവും അങ്ങളെ. പിന്നെ അതുണ്ടല്ലോ, കേസ് ഒന്നുകൂടെ മുറുകും. വേണ്ട, വെറുതെ എന്തിനാ വീണ്ടും കേസ് വല്ലാത്തൊരു വിഷയത്തിൽ കൊണ്ട് എത്തിക്കുന്നത്? അലീന എന്താന്ന് വെച്ചാൽ സെറ്റ് ആക്കിക്കോളൂ എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ നമ്മുടെ ബാലചന്ദ്രനെ തളച്ചു കേട്ടോ നമ്മുടെ മനു. എങ്ങനെയൊക്കെയോ പറഞ്ഞു തളച്ചു. പിന്നെ അലീന ഒരു വിശ്വാസം ഉണ്ടല്ലോ, നമ്മുടെ ബാലചന്ദ്രൻ ഒരു വിശ്വാസം ഉണ്ട്. അപ്പൊ എങ്ങനെയൊക്കെയോ പറഞ്ഞ് അലീനയെ തളച്ചു. അലീനയല്ല, സോറി, നമ്മുടെ ബാലചന്ദ്രനെ. അത് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ മനു ഇറങ്ങി വന്നപ്പം അലീന ചോദിച്ചു, എന്താ മനുവേട്ടാ അച്ഛൻ വേണ്ടാന്ന് വെച്ചോ പോകുന്ന കാര്യം? ഒരു വിധത്തിൽ ഞാൻ സമ്മതിപ്പിച്ചിട്ടുണ്ട് അലീന, പക്ഷെ നിന്റെ കാര്യം ഞാൻ പറഞ്ഞിരിക്കുന്നത് നീ എന്താണെന്ന് വെച്ചാൽ ചെയ്തോണെന്ന് പറഞ്ഞപ്പോ ഇനിയിപ്പം ഞാൻ എന്ത് ചെയ്യാനാ? ഏതായാലും ഞാനൊന്ന് നോക്കട്ടെ, ശരണ്യെ ഞാൻ പതുക്കെ ഒന്ന് കണ്ട് സംസാരിക്കട്ടെ. അവിടെ പോയി കണ്ട് സംസാരിച്ചിട്ട് എന്താ അവളുടെ സിറ്റുവേഷൻസ് എന്നൊക്കെ ഒന്ന് അറിയട്ടെ. എടുത്തു പിടിച്ച് ചാടി നമ്മൾ എന്തെങ്കിലും ചെയ്ത ആ പെങ്കൊച്ചിനും കൂടെ അല്ലേ ദോഷം. പിന്നെ ഒരിക്കലും നിരപരാധി രക്ഷപ്പെട്ടോട്ടെ, കുറ്റം ചെയ്തവർ രക്ഷപ്പെടാൻ പാടില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് വളരെ എന്താ പറയുക, സൂക്ഷിച്ചും കണ്ടും വേണം കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യാൻ. വക്കീലിനോടും ഇപ്പൊ ഈ കാര്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിയാവില്ല. അതുകൊണ്ട് വക്കീലിനോട് പോലും പറയണ്ട എന്നാണ് എനിക്ക് പറയാനുള്ളത് മനുവേട്ടാന്ന് പറയുമ്പോൾ. ഏതായാലും നീ ഒരു കാര്യം ചെയ്യ, ശരണ്യനെ കണ്ട് ഇനിയും ശരണ്യയെ കാണാൻ പോകുമ്പോൾ അവൾ ഇത് തന്നെ പുറത്ത് സമ്മതിക്കൂല്ലോ എന്ന് അറിയണമല്ലോ. അപ്പൊ അങ്ങനെ എന്തെങ്കിലും കാര്യം നോക്കാം. ഇലയ്ക്കും മുള്ളിന് കേടില്ലാതെ എന്തെങ്കിലും ഒന്ന് ചെയ്യണോ അലീന? നിരപരാധിയാണ്. അവനെ കൂടുതൽ ദിവസം ജയിലിലിടല്. പിന്നെ അവൻ നിരപരാധിയാണെന്ന് പറയാനും പറ്റത്തില്ല. അവന് അവിടെ വരെ എത്തിയിട്ടുണ്ടല്ലോ. അവനൊരു വാക്ക് പറയുമായിരുന്നെങ്കിൽ ആ പെങ്കൊച്ചിനോ അല്ലെങ്കിൽ ഇപ്പൊ ഹരിയുടെ കൂട്ടുകാരന്മാർക്കോ ഇന്നും ഈ ഒരു ഗതി വരത്തില്ലായിരുന്നു. ആരുടെയെങ്കിലും വായിൽ നിന്നും ഒഴിഞ്ഞാൽ മതിയായിരുന്നു. അവനവിടെ പോയതിന്റെ ഉദ്ദേശം എന്താന്ന് ആർക്കറിയാം. ഏതായാലും അതൊക്കെ പോട്ടെ, നിരപരാധിയാണല്ലോ അവന്. എങ്കിലും അവൻ രക്ഷപ്പെടണം, അലീന രക്ഷപ്പെടണം. ഇതേ സമയം ഉണ്ടല്ലോ, നമ്മുടെ വക്കീലിനെ, അതായത് ശരണ്യയുടെ വക്കീലിനെ കൊണ്ടുവരുവാണ് ശരണ്യയുടെ അച്ഛനും അതുപോലെ തന്നെ അമ്മയൊക്കെ ചേർന്ന്. അച്ഛനും അമ്മയൊക്കെ അല്ലാട്ടോ, രാഷ്ട്രീയക്കാരും സമുദായക്കാരും എല്ലാവരും അലീനയുടെ കൂടെയുണ്ട്. അപ്പൊ അലീന ഈ വക കാര്യങ്ങളൊക്കെ തുറന്നു പറഞ്ഞു ശരണ്യയോട്. സോറി, ക്ഷമിക്കണ, പേരൊന്ന് മാറിപ്പോയിട്ട് നമ്മുടെ ശരണ്യയുടെ അച്ഛനും അമ്മയും ഒക്കെ കൊണ്ടുവരാണ് വക്കീലിനെയൊക്കെ. അപ്പം ശരണ്യയോട് ഈ കാര്യം എല്ലാവരും ചോദിച്ചു മനസ്സിലാക്കി. അതുപോലെ ശരണ്യ കാര്യങ്ങളൊക്കെ തുറന്ന് അലീനയോട് പറഞ്ഞു എന്ന ഒരു ഇത് കിട്ടി. അപ്പൊ അതുകൊണ്ട് തന്നെ ഇനിയിപ്പം മുന്നോട്ടേക്ക് പോകുന്ന കാര്യങ്ങളൊക്കെ വളരെയധികം സൂക്ഷിച്ചോണം. അപ്പം വക്കീലുണ്ടല്ലോ, അപ്പൊ ഒരു വക്കീല് ശരണ്യയ്ക്ക് ഉണ്ടല്ലോ. അപ്പൊ വക്കീൽ വന്നിട്ട് ചോദിച്ചു, മോളെ എന്താ മോളെ നീ എന്തിനാ അങ്ങനെ പറഞ്ഞതെന്ന് ചോദിച്ചപ്പോഴത്തേക്കും അത് പിന്നെ വേറൊന്നും അല്ല സാറേ, ഞാൻ പറഞ്ഞത് നിരപരാധിയാണല്ലോ, ആ
ചേട്ടൻ നിരപരാധിയാ, പിന്നെ ഞാൻ എന്തിനാണ് വെറുതെ അതിനെ കുറ്റക്കാരനാക്കുകയും അതിനെ ആ ഒരു ലിസ്റ്റിൽ 4 പേരുടെ 3 പേരുടെ ലിസ്റ്റിൽ 4ാമത്തെ ലിസ്റ്റാക്കി കൊടുക്കേണ്ട ഒരു ആവശ്യമില്ലല്ലോ എനിക്ക്. എനിക്ക് അതിന്റെ ആവശ്യമുണ്ട്. ആ മഹാപാപം കൂടി എനിക്ക് കിട്ടുമല്ലേ ഉള്ളൂ. നിരപരാധിയെങ്കിൽ എന്തിനാ ഞാൻ വെറുതെ അതിനെയും കൂടി ഇങ്ങനെ ഇട്ട് സമൂഹത്തിന് മുമ്പിൽ നാണം കെടുത്തുന്നെന്ന് പറയുമ്പോ, അല്ല നീ ഇപ്പൊ അലീനയോടുള്ള സോഫ്റ്റ് കോർണർ കൊണ്ടാണോ ഇതൊക്കെ പറയുന്നത്? അതോ ഇനിയിപ്പോ അലീന നിന്നെ കൊണ്ട് പറയിച്ചതാണോ? അലീന നിന്നോട് ചോദിച്ചതാണോ? അതെ, അവൾ ഇവിടെ വരുന്നതിന്റെ ഒരേ ഒരു ഉദ്ദേശം എന്താണെന്ന് അറിയാമോ? അത് നിന്നോടുള്ള സ്നേഹം കൊണ്ടൊന്നും അല്ല ശരണ്യെ. അവൾക്ക് അവളുടെ ആ ഒരു വീട്ടിൽ നിൽക്കുന്ന അവിടത്തെ ആ ചെക്കനെ രക്ഷിക്കണം. അതിനുവേണ്ടി മാത്രമാണ് അവള് കച്ചകെട്ടി പുറപ്പെട്ട് ഇറങ്ങിയേക്കുന്നത്. അല്ലാതെ നീ വിചാരിക്കുന്നത് പോലെ എന്ന് പറയുമ്പോഴത്തേക്കും വേണ്ട, അങ്ങനെയൊന്നും പറയരുത്. അലീന ചേച്ചി പാവാ, എനിക്ക് അലീന ചേച്ചിനെ അറിയാം. അലീന ചേച്ചി ഒരിക്കലും എന്നോട് ഒന്നും ചോദിച്ചിട്ടില്ല. അലീന ചേച്ചി ഒന്നും ചോദിക്കാതെ തന്നെ ഞാൻ അങ്ങോട്ടേക്ക് പറഞ്ഞതെന്ന് പറയുമ്പം, എന്താണെങ്കിലും ഇനി നീ മൊഴി മാറ്റി പറയാൻ പാടില്ല. ഇനി നീ മൊഴി മാറ്റി പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നീ ഓർത്തോ, എല്ലാ സമൂഹത്തിന് മുമ്പിൽ നീയാണ് നാണം കെടാൻ പോകുന്നത്. നീ മൊഴി മാറ്റി പറയുമ്പോഴത്തേക്കും ഇവള് ഇങ്ങനെയുള്ളവളാണ്, ഇവള് തോന്നുമ്പോ തോന്നിയത് പറയുന്നവളാണ്, അതുകൊണ്ട് ബാക്കി 3 പ്രതികളും രക്ഷപ്പെട്ടു പോകും. അതിന്റെ ആവശ്യമുണ്ടോ? അങ്ങനെ ചെയ്യണോ? അതിലും ഭേദം നീ മൊഴി മാറ്റാൻ പാടില്ല. നീ എന്ത് പറഞ്ഞോ ആ ഒരു തീരുമാനമായിട്ട് നീ ഉറച്ചു മുന്നോട്ടേക്ക് പോണം. ഇല്ലെങ്കിൽ ശരണി, നിനക്ക് അതിന്റെ ദോഷം. നിന്റെ അച്ഛനും അമ്മയും നിന്റെ നല്ലതിനു വേണ്ടിയല്ലേ പറയത്തുള്ളൂ. അതുപോലെ തന്നെ ഞാൻ നിന്റെ നല്ലതിനു വേണ്ടിയല്ലേ നിൽക്കത്തുള്ളൂ. ഞാൻ നിന്റെ വക്കീല, അതുകൊണ്ടാ പറയുന്നത്. കാര്യങ്ങളൊക്കെ സൂക്ഷിച്ചും കണ്ടും കൈകാര്യം ചെയ്തില്ല എങ്കിൽ ഇത് ഇവിടെ ഒന്നും നിൽക്കുന്ന കേസല്ല. ലാസ്റ്റ് ഉണ്ടല്ലോ, നീ എല്ലാവരെയും നാണം കെടുത്തിയെന്നും പറഞ്ഞ് ലാസ്റ്റ് നിന്റെ കയ്യിൽ നിന്ന് അവർ പൈസ മേടിക്കും. അതുമാത്രമല്ല, ചിലപ്പോൾ നിന്നെ ജയിലിൽ വരെ പിടിച്ചിടും, നീ എല്ലാവരെയും നാണം കെടുത്തി എന്ന് പറഞ്ഞുകൊണ്ട്. അതൊക്കെ ഉണ്ടാകണോ? നിന്റെ അച്ഛനും അമ്മയ്ക്കൊക്കെ അതൊക്കെ താങ്ങാൻ പറ്റുമോ? നിന്നെ അല്ലെങ്കിൽ നിന്റെ അച്ഛനെ അമ്മേനെ ആയിരിക്കും പിടിച്ചോണ്ട് പോകുന്നത്. എന്റെ മകനെ നാണം കെടുത്തി, എന്റെ മകൻ നിരപരാധിയാണ്, എന്നിട്ടും എന്റെ മകനെ ജയിലിൽ ഇത്രയും നാൾ കിടത്തി, നഷ്ടപരിഹാര തുക തരണം, അല്ലെങ്കിൽ അതിന് നഷ്ടപരിഹാരമായിട്ട് എന്തെങ്കിലും ചെയ്യണം, അല്ലെങ്കിൽ അവരൊരു പെറ്റീഷൻ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിന്റെ അച്ഛനും അമ്മയും അകത്ത് പോകും. അത് വേണോ നിനക്ക്? അത് വേണ്ട എങ്കിൽ ഞാൻ പറയുന്നത് പോലെ തന്നെ മോള് ആ ഒരു സ്റ്റാൻഡിൽ ഉറച്ചു നിൽക്കണം. അവളുണ്ടല്ലോ, അവള് പേരും കള്ളിയാ. ഇവിടെ വന്ന് കേറിയേക്കുന്നത് തന്നെ എന്തിനാണെന്ന് അറിയാമോ? മോളുടെ മൊഴി മാറ്റി പറയിക്കാൻ വേണ്ടി തന്നെയാണ്. അതുകൊണ്ട് ഇപ്പൊ കേസ് പോകുന്ന അതേപടി മുന്നോട്ടേക്ക് പോകണമെങ്കിൽ, സ്ട്രോങ് ആകണമെങ്കിൽ, അവന്മാർക്ക് ശിക്ഷ, നിന്നെ പിച്ച് ചീന്തിയവന്മാർക്ക് ശിക്ഷ കിട്ടണമെങ്കിൽ നീ ഈ ഒരു കാര്യത്തിൽ ഉറച്ചു നിന്നേ പറ്റൂ ശരണ്യ, ഉറച്ചു നിന്നേ പറ്റൂ. നിന്റെ അച്ഛനെ അമ്മേനെ നിന്റെ ആങ്ങളമാരെ ഒക്കെ നീ രക്ഷിക്കണമെങ്കിൽ, നിനക്ക് ആ നാണക്കേടിൽ നിന്നും മാറണമെങ്കിൽ നീ ഞാൻ പറയുന്നത് കേൾക്കണം എന്ന് പറഞ്ഞ് വക്കീൽ ഇങ്ങനെ പ്രഷർ വെക്കാൻ തുടങ്ങി കേട്ടോ നമ്മുടെ അലീനയോട്. ഏതായാലും അലീന ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക്, ശരണി ഇത് കേട്ട് കഴിയുമ്പോഴത്തേക്കും ആകപ്പാടെ കൺഫ്യൂഷൻ. സത്യം പറയണോ അതോ ഇനിയിപ്പൊ കള്ളം പറയണോ? ഇതിനിടയിൽ എന്ത് ചെയ്യും? മറ്റേ എന്താ പറയുക, ഇപ്പം വല്ലാത്തൊരു പ്രശ്നത്തിലും കുരുക്കിലും. ഇനിയിപ്പോ അലീനയെ കാണാനും പറ്റത്തില്ല, അലീനയെ വീട്ടിൽ കയറ്റരുതെന്ന് പറഞ്ഞു. അങ്ങനെ വക്കീൽ പറയുന്നുണ്ട്, അച്ഛനോടും അമ്മയോടും ഒക്കെ പറയുന്നുണ്ട്, ആ പെങ്കൊച്ചി ഈ വീട്ടിൽ വന്നിട്ടുണ്ടെങ്കിൽ അവൾ ഇവിടെ കയറ്റാൻ പാടില്ല. ഇനിയും മിക്കവാറും ഇവളുടെ മനസ്സ് മാറ്റിയെടുക്കും. അങ്ങനെ മനസ്സ് മാറ്റിയെടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാം തകിടം മറിയും. അതുകൊണ്ട് ഒരിക്കലും അലീനയെ ഇങ്ങോട്ടേക്ക് കയറ്റാൻ പാടില്ല. കോളനിക്കകത്തേക്ക് അടുപ്പിക്കരുത്. അലീനയെ കോളനിക്കകത്തേക്ക് അടുപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനിയും വീണ്ടും പ്രശ്നം ഉണ്ടാക്കും. മാത്രമല്ല, നിങ്ങളൊരു പരാതിയും കൂടെ കൊടുത്തുവല്ലോ വിട്ടോ. ഇങ്ങനെ അവൾ ഇടയ്ക്കിടയ്ക്ക് വരുന്നുണ്ട്, ഇവളുടെ മനസ്സ് മാറ്റിക്കാൻ വേണ്ടിയാണ് വരുന്നതെന്നൊക്കെ പറഞ്ഞ് പരാതി കൊടുക്കുക. പിന്നെ നാട്ടുകാരോടൊക്കെ ഒന്ന് പറഞ്ഞ് നാട്ടുകാരെയൊക്കെ ഒന്ന് ഇളക്കുവാണെങ്കിൽ ഉറപ്പായിട്ടും എന്തെങ്കിലും ഒരു തീരുമാനം ഉണ്ടാകാൻ പറ്റും. നാട്ടുകാരെ വിചാരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവൾ ഇങ്ങോട്ട് അടുപ്പിക്കത്തില്ല. ഇപ്പം നിങ്ങളുടെ മകളുടെ മാനം കളഞ്ഞ അവന്മാർക്ക് ശിക്ഷ മേടിച്ചു കൊടുക്കുകയല്ലേ നിങ്ങൾക്ക് ചെയ്യേണ്ടത്? അതല്ലേ നിങ്ങളുടെ ആവശ്യം? അതിനല്ലേ ഇറങ്ങി തിരിച്ചേക്കുന്നത്? അപ്പൊ പിന്നെ അത് തന്നെ ചെയ്താൽ മതി എന്ന് വക്കീൽ ഇങ്ങനെ പറയാണ് കേട്ടോ. ആകപ്പാടെ ചുറ്റിപ്പറ്റി നിൽക്കുകയാണ് നമ്മുടെ ശരണ്യക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തുമില്ല. ശരണ്യക്ക് സത്യം പറയണമെന്നുകൊണ്ട് ഇവരുടെ എല്ലാവരുടെയും പ്രഷർ കാരണം സത്യം പറയാൻ പറ്റുമോ? ഏതായാലും ഈ സമയത്താണെങ്കിൽ നമ്മുടെ കൃഷ്ണമോളും അറിയുന്നുണ്ട് കേട്ടോ. കൃഷ്ണമോൾ അറിയാണ് നമ്മുടെ രോഹിത് നിരപരാധിയാണെന്നുള്ള സത്യം. ഇത് കേട്ടതും കൃഷ്ണമോൾക്ക് ഒരുപാട് സന്തോഷമാവും. അപ്പം കൃഷ്ണമോൾ ചോദിക്കുക കാര്യങ്ങളൊക്കെ, അതെങ്ങനെയാ അലീന ചേച്ചി അറിഞ്ഞത്? അപ്പം എന്റെ ഏട്ടനൊന്നും ചെയ്തിട്ടില്ലല്ലോ, അപ്പൊ ഏട്ടനെ ജയിലിൽ നിന്ന് ഇറക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചപ്പോ, അതൊക്കെ പറ്റും മോളെ, നിരപരാധിയാണെങ്കിൽ ഉറപ്പായിട്ട് ഇറക്കാൻ പറ്റൂലോ. പക്ഷെ അതിന് കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ കുറച്ച് സമീപനം പാലിച്ചാൽ മാത്രമേ ഇതിനൊക്കെ പറ്റത്തുള്ളൂ. നമ്മൾ കുറച്ച് വെയിറ്റ് ചെയ്യണം. ഏതായാലും നിന്റെ അച്ഛനെ എടുത്തിയാടി പുറപ്പെടാൻ തുടങ്ങിയതാണ്, മനുവേട്ടൻ വന്നതുകൊണ്ടാണ് നിന്റെ അച്ഛനെ പിടിച്ചു നിർത്തിയേക്കുന്നതെന്ന് പറഞ്ഞു. ഇതിനിടയിൽ നമ്മുടെ അലീനയായിട്ടും ബാലചന്ദ്രൻ സംസാരിക്കുന്ന ഒരു സീനുണ്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ അലീനയോട് പറയുന്നുണ്ട്, അലീന നീ എന്ത് ചെയ്യാനാണ് നിന്റെ അടുത്ത പ്ലാൻ? എന്ത് നീ ചെയ്താലും എനിക്ക് എന്റെ മോനെ കിട്ടിയേ പറ്റൂ, എനിക്ക് എന്റെ മോനെ വേണം. അവൻ നിരപരാധിയാ. ഓരോ ദിവസവും അവൻ ആ ജയിലിൽ കിടക്കുമ്പോൾ എനിക്കിനി ഉണ്ടാകുന്ന വേദനയുണ്ടല്ലോ. അവൻ ഇത്രയും ദിവസം ജയിലിൽ കിടന്നിട്ടുണ്ടെങ്കിൽ അവൻ എന്തെങ്കിലും കുറ്റം ചെയ്തിട്ടാണ് എന്നൊരു ധാരണ എനിക്കുണ്ടായിരുന്നു. പക്ഷെ കുറ്റം ചെയ്യാത്ത ഒരു മകൻ ജയിലിൽ കിടക്കുക എന്ന് അറിയുമ്പോൾ ഒരു അച്ഛനുണ്ടാകുന്ന മാനസികാവസ്ഥ എന്താണെന്ന് അലീന നീ മനസ്സിലാക്കണം. എത്രയും പെട്ടെന്ന് കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ ചെയ്തോണം. ഇല്ലെങ്കിൽ ഞാൻ തന്നെ ഇറങ്ങി പുറപ്പെടുന്നു പറഞ്ഞപ്പോ അച്ഛൻ സമാധാനമായിട്ടിരിക്കുക. അലീനയല്ലേ വാക്ക് തരുന്നത്?
അലീനയെ വാക്ക് തരുന്നത് ഉറപ്പായിട്ടും രോഹിത്തിനെ രക്ഷിച്ച് ഞാൻ കൊണ്ടുവരും. രോഹിത്ത് നിരപരാധിയാണെന്ന് ഈ സമൂഹത്തിന് മുമ്പിൽ ശരണി തന്നെ വിളിച്ചു പറയും. അതിന് നമ്മൾ കൂടുതൽ പ്രഷർ ചെയ്യൊന്നും വേണ്ട, അവള് തന്നെ വിളിച്ചു പറയും, നോക്കിക്കോ. അതുകൊണ്ട് അച്ഛൻ ഇപ്പം വേറെ ഒന്നിനും പോകണ്ട. മനുവേട്ടൻ പറഞ്ഞതുപോലെ അച്ഛൻ ഞാൻ പറയുന്നൊന്ന് കേൾക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് നിന്നെ വിശ്വസിച്ചിട്ട് മാത്രം അലീന ഞാനിവിടെ ഇരിക്കുന്ന അറിയാലോ, നീ ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്തോണം എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. ഏതായാലും ഈ ഒരു സമയത്ത് നമ്മുടെ ബാലചന്ദ്രൻ ഒരേ ഒരു ചിന്ത മാത്രമേ ഉള്ളൂ, എങ്ങനെയെങ്കിലും രോഹിത്തിനെ വെളിയിൽ ഇറക്കണമെന്ന്. പക്ഷെ രോഹിത് എന്തുകൊണ്ടാണ് ഇതിനൊന്നും എന്താ പറയുക പ്രതികരിച്ചിട്ടില്ല. രോഹിത് ഇതുവരെ ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് രോഹിത് ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. അപ്പൊ അതെന്തായിരിക്കും അലീന ചേച്ചി ഏട്ടന് പ്രതികരിക്കാത്തത് എന്ന് കൃഷ്ണമോള് ചോദിച്ചപ്പോഴത്തേക്കും നമ്മുടെ അലീന പറഞ്ഞത് അവന് ഒരുപാട് പശ്ചാത്താപം കാണുമായിരിക്കും. കാരണം അവനും കൂടെ ആ ഗ്യാങ്ങിൽ ഉണ്ടായിരുന്നുവല്ലോ. അവൻ പ്രതികരിച്ചില്ല, അല്ല അവൻ ആ പെങ്കൊച്ചിനെ റേപ്പ് ചെയ്തിട്ടില്ല ശരിയാണ്, പക്ഷെ അവിടെ വരെ പോവുകയും ഇതിന് കൂട്ടു നിൽക്കുകയൊക്കെ ചെയ്തില്ലേ. അപ്പൊ പ്രതിയുടെ ലിസ്റ്റിൽ ചെന്ന് ചേർക്കേണ്ടി വരും. പിന്നെ ഇപ്പം നിയമത്തിന്റെ ഇതും നടപടികളൊക്കെ ആയിട്ട് മുന്നോട്ടേക്ക് പോകുമ്പോൾ നമുക്ക് എന്താന്ന് വെച്ചാൽ ചെയ്യാൻ. കൃഷ്ണമോളെ നീ ഇപ്പം ഇതൊന്നും ഓർത്ത് ടെൻഷൻ അടിക്കണ്ട, നീ പഠിക്കുക. നിന്റെ ഏട്ടൻ നിരപരാധി തന്നെയാണ്. നിന്റെ ഏട്ടൻ ആരെയും ഉപദ്രവിച്ചിട്ടില്ല, അത് ഉറപ്പുള്ള കാര്യമാണ്. അതുകൊണ്ട് ഒരിക്കലും രക്ഷപ്പെടാതിരിക്കത്തില്ല. സത്യം പോലെ തന്നെ നടക്കത്തുള്ളൂ, നീ പേടിക്കൊന്നും വേണ്ട. എന്താന്ന് വെച്ചിട്ടുണ്ട് അലീന ചേച്ചി ചെയ്തോളാന്ന് പറഞ്ഞുകൊണ്ട് കൃഷ്ണമോൾക്ക് സമാധാനം കൊടുക്കുക. അപ്പൊ ബബിത ഏതായാലും ഇത് അറിഞ്ഞു കഴിഞ്ഞാൽ ഉടനെ നമ്മുടെ വൈജയനെ വിളിച്ച് പറയാതിരിക്കുവോ? അയ്യോ, വൈജ അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ എന്ത് ചെയ്യും? അപ്പം ബബിത അറിയാതെ സൂക്ഷിക്കണം. അപ്പൊ അതുകൊണ്ട് നമ്മുടെ കൃഷ്ണമോളോട് പറയുന്നുണ്ട്, ഇത് ബബിത അറിയാൻ പാടില്ല മോളെ, ഇത് ബബിത അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പം അത് നിന്റെ അമ്മയുടെ വായിലെത്തും. ഇവിടെ വായിലല്ല, സോറി, ചെവിയിലെത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിന്റെ അമ്മ ഇത് പബ്ലിഷ് ആക്കും. മാത്രമല്ല വെപ്രാളം മൂത്ത് എന്തെങ്കിലുമൊക്കെ ചെയ്ത് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ പിടിച്ചാൽ കിട്ടാത്ത സ്ഥലത്ത് ചെന്ന് ഈ കാര്യങ്ങളൊക്കെ നിൽക്കും. അതുകൊണ്ട് ബബിതയും ഈ കാര്യമൊന്നും അറിയാൻ പാടില്ലെന്ന് പറഞ്ഞു. പക്ഷെ നമ്മുടെ ബാലചന്ദ്രൻ ഗോവർദ്ധനോട് ഈ കാര്യം പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഗോവർദ്ധനോട് പറയുന്നുണ്ട്, നിരപരാധിയാണടാ എന്റെ മകൻ, നിരപരാധിയാണ്, അവൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല എന്നിങ്ങനെ പറയുന്നുണ്ട്. അപ്പൊ ഗോവർദ്ധനും ഇത് കേൾക്കുമ്പോഴത്തേക്കും ഭയങ്കര ഒരു ആശ്വാസം തന്നെ ആവുകയാണ്. അപ്പം നിരപരാധിയാണെങ്കിൽ പിന്നെ നമുക്ക് ഇനിയിപ്പം എന്താ ചെയ്യേണ്ടത് ബാലേട്ടാന്ന് ചോദിക്കുമ്പോൾ നമ്മളൊന്നും ചെയ്യാനില്ല, അലീന എന്താണെന്ന് വെച്ചാൽ ചെയ്തോളും, അവളെ എനിക്കൊരു വിശ്വാസം ഉണ്ടല്ലോ. പിന്നെ അവന്മാരുണ്ടല്ലോ പോലീസുകാര്, SIയും CIയും എല്ലാവരും കൊടുക്കണം. കാരണം എന്റെ മോൻ തെറ്റുകാരനാണെന്ന് ആ ശരണ്യനെ കൊണ്ട് പറയിപ്പിച്ചത് ആരാന്നറിയാമോ? അതാ SI. അവനെയൊക്കെ കുടുക്കിയില്ലെങ്കിൽ പിന്നെ ആരെയും ഞാൻ കൊടുക്കേണ്ടത്? അതുകൊണ്ട് കാര്യങ്ങൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇനി നമുക്ക് നല്ല രീതിയിൽ തന്നെ മുന്നോട്ടേക്ക് കൊണ്ടുപോകണം. പക്ഷെ ഒരിക്കലും ഈ വിവരം ആരും അറിയാൻ പാടില്ല എന്ന് തന്നെയാണ് ബാലചന്ദ്രൻ ഗോവർദ്ധനോട് പറയുന്നത്. ഏതായാലും നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം എന്തൊക്കെയാ സംഭവിക്കാൻ പോകുന്നതെന്ന്. അതിന്റെ കൂടെ തന്നെ ശരണ്യക്ക് എല്ലാ സൈഡിൽ നിന്നും പ്രഷർ വരുന്നുണ്ട് കേട്ടോ. ശരണ്യ, അതായത് അലീന ഇനി അങ്ങോട്ടേക്ക് കയറ്റത്തില്ല. അപ്പൊ പിന്നെ എന്ത് ചെയ്യാൻ പറ്റും ശരണ്യക്ക് വേറെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. പക്ഷെ നമ്മുടെ അലീന ആരാ മോള്, അലീന എങ്ങനെയെങ്കിലും ഒക്കെ അലീന കണ്ടെത്തും. ഏതായാലും ഈ സാധനം നമ്മുടെ വൈജയുടെ ചെവിയിൽ എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും സ്ഥിതി എന്നൊക്കെ നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം. അതുപോലെ തന്നെ കമലയുടെ ചെവിയിൽ എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കമല പറയാൻ പോകുന്നത് വേറെ ഒന്നുമല്ല, അലീന സോപ്പിട്ട് മാറ്റിയതാണ്. അലീന നമ്മുടെ ശരണ്യനെ കൊണ്ട് മൊഴി തിരുത്തി പറയിപ്പിക്കുന്നതാണ് രോഹിത്തിനെ രക്ഷിക്കാൻ വേണ്ടി എന്നൊക്കെ വരുത്തി തീർക്കും. പിന്നെ മനുവിനൊക്കെ അറിയാ കാര്യങ്ങളൊക്കെ. ഏതായാലും മനു പറഞ്ഞോളും. പിന്നെ നമ്മുടെ ശിവശങ്കരമേനോനും വൈജയുടെ അല്ല കമലയുടെ കൂടി പറയും കേട്ടോ. എല്ലാം ബാലചന്ദ്രനും അലീനയും കൂടെ ഒത്തോണ്ടുള്ള കളിയാണ്. അവരുടെ മകനെ രക്ഷിക്കാതെ സ്വന്തം മകനെ രക്ഷിക്കാൻ വേണ്ടി അലീനെ അങ്ങോട്ട് പറഞ്ഞു വിട്ട് തന്നെയാണ്. എന്റെ മകനെ ഒന്ന് രക്ഷിക്കാൻ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് എന്തായിരുന്നു ബാലചന്ദ്ര നിനക്ക്? എന്നിട്ടിപ്പം നീ നിന്റെ മകനെ രക്ഷിക്കാൻ വേണ്ടി അലീനയുടെ കൈയും കാലും പിടിച്ച് ലാസ്റ്റ് ഇപ്പം മൊഴി മാറ്റി പറയുന്നില്ല എന്നൊക്കെ പറഞ്ഞ് അങ്ങനത്തെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പൊ നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം. അപ്പൊ എല്ലാവരും കാത്തിരിക്കുക. അടിപൊളി വിശേഷങ്ങളാണ് വരാനിരിക്കുന്നത്. അപ്പൊ എല്ലാവർക്കും വീണ്ടും നല്ലൊരു ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തിയാണ്. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം. നാളെ രാവിലെ നമ്മൾ ഒരു 7:30 കൂടി തന്നെ ഫുൾ വിശേഷം നിങ്ങളുടെ മുമ്പിൽ എത്തിക്കാം കേട്ടോ. അപ്പം ടാറ്റ ബൈ ബൈ, ലൈക്ക് അടിക്കാൻ മറക്കരുതേ.